ദൈവം എന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ട് എത്തിച്ചതാവാം. കാർത്തിയായനിയെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ് കാണുന്നതെന്ന് അർച്ചന. കാണുന്നത്. നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ചേച്ചി ഉണ്ടാക്കിത്തരാം. കുഞ്ഞിനെ ദത്തെടുക്കുക എന്ന ആഗ്രഹവുമായി ഗർഭിണിയായ അമ്മാളുവിനെ കാണാനെത്തുന്ന സുധിയും നിരഞ്ജനയും. ആദ്യം നിന്റെ പ്രസവം നടക്കട്ടെ. ആ പെണ്ണിന് രാജപ്പൻ ബ്രെയിൻ വാഷ് ചെയ്താ പോരെ? അർച്ചനയുടെ ഗർഭം രാജപ്പന്റെ നാടകമാണോ എന്ന് വിശ്വനാഥന് സംശയം. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അർച്ചന പ്രഗ്നന്റ് തന്നെയാണ്. കുഞ്ഞിനെ നീ SP കൊടുക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അർച്ചനയുടെ മനസ്സിൽ കുഞ്ഞിനോടുള്ള സ്നേഹം മനസ്സിലാക്കുന്ന കാർത്തിയായനി. രാത്രി മഴ തുടരുന്നു. 10 മാസം എന്റെ കൂടെ കഴിഞ്ഞ കുഞ്ഞിനെ കണ്ണു നിറയൊന്ന് കാണുന്നതിന് മുമ്പ് ഉപേക്ഷിക്കാൻ പറഞ്ഞു. സുധിയെ വിട്ടുകൊടുക്കാൻ വരെ ഞാൻ തയ്യാറായതല്ല ചേച്ചി. എന്നിട്ടും അവരെന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു കാലത്തും എന്റെ കുഞ്ഞിനോട് അവന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയില്ല. അങ്ങനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് സുധിയൊന്ന് വിളിച്ചൂടെ? ഞാൻ അതിന് തയ്യാറായില്ലല്ലോ. നീ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? എന്നെ സഹായിക്കാൻ ചേച്ചിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിനെ ഓമനിക്കാനും വല്യമ്മയെന്നുള്ള വിളി കേൾക്കാനും കാർത്തി ചേച്ചി ആഗ്രഹിക്കുന്നില്ലേ? ചേച്ചിന്ന് ഞാൻ കാർത്തി ചേച്ചിയെ വിളിക്കുന്നത് പ്രായം കൊണ്ടോ ബഹുമാനം കൊണ്ടോ അല്ല. ഒരു വയറ്റിൽ പിറന്ന എന്റെ സ്വന്തം ചേച്ചി അല്ലാതെ കാർത്തി ചേച്ചി എനിക്ക് മറ്റൊരാളല്ല. ഇനിയുള്ള കാലം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. ചേച്ചി കൂടെ ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ ചോദിച്ച് മുന്നിൽ വരാൻ ആരും ധൈര്യപ്പെടില്ല. എനിക്ക് ജോലി കിട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി അന്തസ്സായി ജീവിക്കാം. ഒരനിയത്തിയായി കണ്ട് എന്നെ എന്റെ കുഞ്ഞിനെയും കാർത്തി ചേച്ചി കൈയേൽക്കണം. ചില വഴികളിലേക്ക് ഇറങ്ങിപ്പോയാ തിരിച്ചു പോകാൻ പറ്റില്ല. നീയും ഞാനും അങ്ങനെ ഓരോ വഴിയിൽപ്പെട്ടതാ. ഈ ദുഷ്പേര് മാറ്റി ഇനിയുള്ള കാലം അന്തസ്സായി ജീവിക്കാൻ ചേച്ചിക്ക് ആഗ്രഹമില്ലേ? എനിക്കതില്ലാതിരിക്കുവോ? നമുക്ക് ജീവിക്കണം ചേച്ചി. മോള് പോയി കിടക്ക, എല്ലാത്തിനും സമയമുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ ചേച്ചി. ഞാൻ വിളിക്കാം. സാറിന്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു ഇടപെടൽ ഉണ്ടാവുമെന്ന ഞാൻ കരുതിയത്. ഞാൻ അവരോട് സംസാരിച്ചതാ. ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നാണ് എനിക്കപ്പോൾ ബോധ്യമായത്. ഞാനൊരു വിഡ്ഢിയാണെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ എന്ന് നിരഞ്ജന ചോദിച്ചാൽ എനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും വിശ്വനാഥൻ? ഏത് ഡോക്ടറെ അവർ കണ്ടെന്ന് സാറ് ചോദിച്ചോ? രണ്ടാളും ഒരേ സ്വരത്തിലൊരു കാര്യം പറയുമ്പോൾ പ്രൂവ് ചെയ്യാൻ ഞാൻ അങ്ങനെ ആവശ്യപ്പെടും. ഭാര്യയായാലും മകളായാലും അവരുടെ തീരുമാനങ്ങളിലൊന്നും പണ്ട് ഞാൻ ഇടപെടില്ല. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിലക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വിശ്വനാഥൻ ചോദിച്ചാ ഇനി അവരെന്റെ വാക്കുകൾ മുഖവിലക്കെടുക്കില്ല. അത്രത്തോളം ശ്രുതിയും നിരഞ്ജനയും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു. നിരഞ്ജന കൂടി താല്പര്യം കാണിച്ച നിലയ്ക്ക് അവരിനി കുഞ്ഞിനെ ദത്തെടുക്കട്ടെ. കഥയറിയാതെ നിങ്ങളൊക്കെ ആട്ടം കാണുകയാണ്. അവനൊരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള ശേഷി ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി എന്തിന് ഞാനത് മറച്ചു വെക്കണം? അവന്റെ ഒരു പഴയ ബന്ധത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ? ആ പെണ്ണ് പ്രഗ്നന്റ് ആയതാ. പക്ഷേ ആ സത്യം ശ്രുതിക്ക് ഇപ്പോഴും അറിയില്ല. എന്നിട്ട് എന്തായി വിശ്വനാഥ? ഞങ്ങൾ ഇടപെട്ട് അവളുടെ അബോർഷൻ നടത്തി. എന്നിട്ടാ അവനൊരു കുഞ്ഞ് ജനിക്കില്ല എന്ന് കള്ളം പറഞ്ഞ് നടക്കുന്നത്. ഇനിയെങ്കിലും സ്വന്തം മോളെ കൊണ്ടൊരു അനാഥ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ സാറ് കൂട്ടി നിൽക്കരുത്.
വിശ്വനാഥൻ, നിങ്ങൾ ഇപ്പം പറഞ്ഞ കാര്യം ഒരു കാലത്ത് നിരഞ്ജനെ അറിയരുത്. അവൾ ഇങ്ങനെയൊരു വാർത്ത അറിഞ്ഞാൽ അവിടെ തീരും ശ്രുതിയും അവളുമായുള്ള ബന്ധം. ഞാനിപ്പോ അതിനല്ല വില കൽപ്പിക്കുന്നത്. എന്റെ കുടുംബത്തിന്റെ അഭിമാനമായി എനിക്ക് വലുത്. ഇതിന് ഞാൻ വഴങ്ങണമെങ്കിൽ എന്തിനാ പെണ്ണിനെ നാട് കടത്തണമായിരുന്നു? വിശ്വനാഥന് വലുത് സ്വന്തം അഭിമാനമായിരിക്കും. എനിക്ക് വലുത് എൻ്റെ മോടെ ഭാവിയാണ്. ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു മകൾ വീട്ടിൽ വന്നിരുന്ന അതിൻ്റെ വേദന അച്ഛനെ അറിയും. ഈ ജന്മം അവൾക്ക് മറ്റൊരു ജീവിതം ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേട്ടതൊക്കെ മറക്കാനാണ് ശ്രമിക്കുന്നത്. അച്ഛൻ ഓട്ടത്തില്ല. ഒയ്യാരത്ത് എന്ന് എൻ്റെ അച്ഛനെയും കണ്ടു. SI ഹേമചന്ദ്രൻ എൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഞാനത് മനസ്സിലാക്കി. അതെ, നമ്മളിനി ആ കുട്ടിയെ കാണാൻ പോകുന്നത് അപകടമാണ്. പിന്നെ ആകാശനെ ഞാൻ കണ്ടിരുന്നു. ഏത്? ആ സിംഗപ്പൂരുകാരനോ? ചില പ്ലാനുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. കുഞ്ഞിനെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ നാട് വിടുന്നു. അതല്ലേ നമ്മുടെ പ്ലാനിങ്. പിന്നെന്താ പുതിയതായിട്ട്? നിരഞ്ജനയും കുഞ്ഞും മൂന്നാറിൽ താമസിച്ചാൽ മതി. ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് പുറത്താരും അറിയില്ല. അപ്പോൾ സുധിയോ? ആകാശ് നമ്മളെ സിംഗപ്പൂരിലേക്ക് ക്ഷണിച്ചതല്ലേ. അങ്ങോട്ട് പോകാനുള്ള താല്പര്യം ഞാൻ അവനോട് പ്രകടിപ്പിച്ചു. അവനത് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. കുറച്ചു കാലം ഞാൻ അവിടെ കഴിയാം. നമ്മൾ രണ്ടുപേരും സിംഗപ്പൂരിലേക്ക് പോയെന്നേ മറ്റുള്ളവരറിയാൻ പാടുള്ളൂ. നിരഞ്ജൻ എന്ത് പറയുന്നു? മൂന്നാറിൽ കുറെ കാലം കഴിയുന്നത് സുധിയെ സംബന്ധിച്ച് ബോറടിയാണെന്ന് എനിക്കറിയാം. സുധിക്ക് ഇതൊരു നല്ല ചേഞ്ച് ആകും. ഞാനും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുധി പൊയ്ക്കോളൂ. ഇതൊരു നല്ല ചാൻസ് കൂടിയാ. കുഞ്ഞിന് 1.5 വയസ്സാവുമ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ നാട്ടിലേക്ക് വരാം. ഡെലിവറി അവിടെയായിരുന്നെന്ന് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞായി തന്നെ അത് വളരും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതിയായിരുന്നു. ഓ, എൻ്റെ പനിയൊക്കെ പോയി. ഹോസ്പിറ്റലിൽ പോവാതെ കഴിച്ചു കൂട്ടിയെന്ന് പറ. സമയം നീ എൻ്റെ കാര്യം ശ്രദ്ധിച്ചോണ്ടാ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയത്. ചേച്ചിയുടെ അസുഖം വേഗം ഭേദപ്പെടേണ്ടത് എന്റെയും കൂടി ആവശ്യമല്ലേ? നിനക്ക് ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് ഞാൻ കരുതിയില്ല. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ഞാൻ കരുതിയത്. ചേച്ചിയെ ഞാനും തെറ്റിദ്ധരിച്ചില്ലേ? ആദ്യം കാണുമ്പോൾ മുതൽ ചേച്ചി എന്റെ മനസ്സിലൊരു ദുഷ്ടത്തിയായിരുന്നു. ആ തോന്നല് മാറ്റമൊന്നും വേണ്ട. കാർത്തിയായിനി ഒരു പിഴയാ. അത് ചേച്ചി മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി. ഞാൻ വിശ്വസിക്കില്ല. എല്ലാവരിലും ഒരു നല്ല മനസ്സുണ്ട്. അത് പുറത്തു വരണമെങ്കിൽ സ്നേഹിക്കുന്ന ഒരാൾ കൂടെ വേണം. എന്താ രണ്ടാളും കൂടി ഒരു സംസാരം? ഇന്ദു ഇന്ന് പഠിക്കാൻ പോയില്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. ഓ, നിങ്ങൾ സംസാരിക്കും. ഞാൻ അടുക്കളയിലേക്കൊന്ന് ചെല്ലട്ടെ. പനി കുറഞ്ഞോ കാർത്തേച്ചി? കുറഞ്ഞു. കുളിക്കുകയും ചെയ്തു. പക്ഷെ അവൾ എന്നെ അടുക്കള കയറ്റാതെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക. 2 ദിവസം കൂടി ചേച്ചി റെസ്റ്റ് എടുക്കും. ആ കൊള്ളാലോ. അതിങ്ങി തന്നേ, ഞാൻ ചുരണ്ടിത്തരാം. തന്നേ. നിർബന്ധമാണെങ്കിലേ നീ തന്നെ ചെയ്തു. ഇന്ദു പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് കുട്ടികളുണ്ടോ? 2 ഷിഫ്റ്റാ. ഞങ്ങളുടെ ക്ലാസ്സിൽ 15 പേരുണ്ട്. അതിൽ എത്ര പെൺകുട്ടികളാ? കൂടുതലും പെൺകുട്ടികളെ ചേച്ചി. അവിടെ ഇന്ദുന്റെ നല്ല ഫ്രണ്ട്സ് ആരൊക്കെയാ? 2-3 പേരുണ്ട്. അവരുടെ പേര് പറ, വിശേഷമൊക്കെ ഒന്ന് കേക്കട്ടെ. ഒരു നന്ദനയും അമ്പിളിയും. നന്ദന ആര്യങ്കാവിലുള്ളതാ, അമ്പിളി റോസ്മലയിൽ. നിങ്ങൾ മുംബൈയിൽ ഫ്ലാറ്റിലാണോ ചേച്ചി താമസിക്കുന്നത്? അതെ. എന്താ ഹസ്ബൻഡിന്റെ പേര്? അത് സുധീഷ്. അർച്ചന സുധീഷ്. നല്ല പേരാണല്ലോ. ചേട്ടൻ എപ്പോ വരും? ഡെലിവറിക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ. വരുമ്പോ എന്നെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരണേ. വന്നാ പരിചയപ്പെടുത്തി തരാം മോളെ.
ചേച്ചി, അവള് പഠിച്ച കള്ളിയാ. ചേച്ചിക്കൊരു അസുഖം വന്നപ്പോ കിട്ടിയ അവസരം അവൾ മുതലെടുത്തതാ. അവളെ സഹായിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് എന്ത് നേട്ടം ഉണ്ടാകാൻ പോന്നെ? പണത്തി കവിഞ്ഞ് എനിക്ക് വേറൊന്നുമില്ലടാ. പക്ഷെ അവളൊരു പാവം പിടിച്ച പെണ്ണ. എന്നെ പറ്റിക്കാൻ അവക്കെന്നല്ല ഭൂമിയിൽ ഒരുത്തിക്കും കഴിയില്ല. എന്താ ചേച്ചിയുടെ ഇപ്പോഴത്തെ നിലപാട്? ഒരു വശത്ത് ചെവളയും മറുവശത്ത് രായപ്പനുമാ. രണ്ട് ഭാഗത്തോട്ട് അവർ നിന്നോട്ടടാ. എനിക്കെന്താ കുഴപ്പം? അപ്പോ ചേച്ചി വേറെന്തോ മനസ്സിൽ കാണുന്നുണ്ട്. സമയാവട്ടെ, ഞാൻ പറയാവിടെ. അതുവരെ അവൾ എന്റെ കൂടെ നിൽക്കും. രായപ്പൻ ചേട്ടനെ കമഴ്ത്തിയാലും ചെവളെ ഒഴിവാക്കാൻ പറ്റില്ല ചേച്ചി. ആ ചെവളയ്ക്ക് നോക്കാനൊന്നുമില്ല. 2 or 3 തവണ ജയിലിൽ കിടന്ന കഥകളൊക്കെ കടയിലിരുന്ന് പറയുന്നത് കേട്ടു. ലോറി കയറ്റി 2 പേരെ കൊന്നതിന് കേസുണ്ടായില്ല. അടിപിടി കേസിനാ ജയിലിൽ പോയത്. ജയിലിൽ പോകുന്നത് വലിയ കാര്യമൊന്നും അല്ലടാ. കൊണ്ടും കൊടുത്തും പുറത്ത് ജീവിക്കണം, അതാ മിടുക്ക്. ആ മിടുക്ക് കാർത്തിയായനിക്കുണ്ടടാ. ഒരു ചാരായ കേസിലെങ്കിലും ഞാൻ അകത്തു പോയോ? അങ്ങനൊന്നുമില്ല. ചേച്ചിയെ ഒതുക്കാൻ പല സാറുമാരും നോക്കിയതല്ലേ. ഈ കാർത്തിയായനെ അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റില്ലടാ. പിന്നെ രായപ്പൻ ചേട്ടന്റെ വീട്ടിൽ കഴിഞ്ഞതുപോലല്ല അർച്ചന എന്റെ കൂടെ കഴിയുന്നു. ഇപ്പൊ അവളുടെ അവകാശം ഞാനാ. നാളെ രായപ്പൻ വന്ന് വിളിച്ചാ പോലും അവൾ എന്നെ വിട്ടുപോത്തില്ല. എനിക്ക് കാശ് വേണോടാ. അതിനിപ്പോ എന്റെ കയ്യിലുള്ള ഏറ്റവും നല്ല മുതല് അർച്ചനയാ. കിടക്കാറായില്ലേ മോളെ? ഒരു ബ്ലൗസ് അടിച്ച് തീർക്കാനുണ്ട്, നാളെ കൊടുക്കാന്ന് പറഞ്ഞതാ. പിന്നെ നാളെയോ മറ്റന്നാളോ നിന്റെ അച്ഛനിങ്ങി വരുമായിരിക്കും. ഇവിടത്തെ കാര്യോർത്ത് അച്ഛന് വേവലാതിയൊന്നും ഇല്ലല്ലോ. അച്ചുവേച്ചിയായിരുന്നല്ലോ പ്രശ്നം. നീ അർച്ചനെ വിളിച്ചോ? ഒരു വട്ടം വിളിച്ചു, എടുത്തില്ല. ഫോൺ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കല്ലേ, അതുകൊണ്ട് കണ്ടു കാണില്ല. നമുക്ക് അച്ചുവേച്ചി ഒന്ന് കാണാൻ പോയല്ലോ ചേച്ചി. നല്ല കഥ. നിങ്ങൾ അവിടെ ചെന്ന ആ വിവരം കാർത്തിയാനി അപ്പൊ തന്നെ അച്ഛനെ വിളിച്ചു പറയും. രേവതി അച്ഛൻ ഇപ്പോഴും വലിയ വിശ്വാസമാണ്, അത് ഇല്ലാതാക്കരുത്. എന്നുവെച്ച് എനിക്ക് അച്ചുവേച്ചി കാണണ്ടേ? അവിടെ ചെന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ കാർത്തിയാനിയുടെ വീട് പറഞ്ഞു തരും. അവർക്ക് അത്രയ്ക്ക് പ്രസിദ്ധിയല്ലേ? അവർക്ക് കുപ്രസിദ്ധിയാ. എന്തായാലും പഠിക്കാൻ പോകുമ്പോ ഒരു ദിവസം ഞാൻ അവിടെ പോവും. എടി അമ്പിളി, നീ അവിവേകം ഒന്നും കാണിച്ചേക്കരുത്. നിന്റെ അച്ഛൻ നിന്നെ കൊല്ലും. കൊല്ലുന്നെങ്കി കൊല്ലട്ടെ, ഞാൻ പോവും. നീ ഇപ്പൊ പോകണ്ട. അച്ഛനോട് ചോദിച്ചിട്ട് ഞാൻ പോയിട്ട് വരാം. അമ്മ പോയ പിന്നെ ഞാൻ എങ്ങനെ അച്ചുവേച്ചി കാണും? അച്ചുവേച്ചി കാണാൻ രേവതിയേച്ചിക്ക് ആഗ്രഹമില്ലേ? ഉണ്ട്. ഇനി വൈകണ്ട, നമുക്ക് നാളെ തന്നെ പോവാം. രേവതി, നീ ഇതെന്ത് ഭാവിച്ചാ? ഞങ്ങള് പോയത് അമ്മയുടെ അറിവോടെയാണെന്ന് അച്ഛന്റെ മുമ്പിൽ അമ്മ ഭാവിക്കാതിരുന്നാ മതി. അമ്മ വെറുതെ അടിമേടിച്ച് പിടിക്കണ്ട. നീ രണ്ടും കൽപ്പിച്ചാണോടി? ഇവക്ക് അച്ചുവേച്ചിയെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. വീടൊക്കെ ഏത് ഭാഗത്താണെന്ന് എനിക്കറിയാം. ഇനി അങ്ങേര് നിന്നോട് ഒരു വിവരം പറയാതാകും. അച്ഛനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനൊക്കെ എനിക്കറിയാം. അമ്മ ഒന്നും അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടുമില്ല. എന്നാ രാവിലെ തന്നെ നമുക്ക് പോവാം. ചിലപ്പോ വൈകിട്ട് അച്ഛൻ വന്നാലോ? രാവിലെ തന്നെ പോവാം. അപ്പോ നമ്മൾ നാളെ അച്ചുവേച്ചി കാണാൻ പോവല്ലേ? നീ ചെന്ന് കിടക്ക്, ഞാൻ തച്ച് തീർത്തിട്ട് വരാം. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് മതി. അമ്മ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എടേ, നിനക്ക് ചെക്കപ്പിന് പോട്ട ഡേറ്റ് ആയോ? ആയി വരുന്നതേ ഉള്ളൂ. എവിടെ ശ്യാമള ചേച്ചി നിന്നെ കൊണ്ട് കാണിച്ചത്? പുനലൂരിലാ. എനിക്ക് അവിടെ പോകാനാ താല്പര്യം. അതെന്താ അവിടെ പോയാ മതിയെന്ന് പറയാൻ? അവിടെ ഹിമ വാസുദേവ് എന്ന ഡോക്ടറെ ആദ്യം കാണിച്ചത്. ഓ, അവരാണോ അബോർഷൻ നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞത്? അതെ. മറ്റൊരു സ്ഥലത്ത് പോയാ വീണ്ടും എല്ലാ കാര്യങ്ങളും പറയണ്ടേ? എന്തിന്? നിന്റെ കെട്ടൻ ഗൾഫിലാന്ന് പറഞ്ഞ പോരെ? എനിക്ക് ആ ഡോക്ടറെ കാണാനാ താല്പര്യം. എന്റെ പ്രശ്നങ്ങളൊക്കെ അവർക്കറിയാം. എന്ന് വെച്ചാ നീ എല്ലാം അവരോട് പറഞ്ഞോ? എന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റിയാ. പ്രസവം അവിടെ നടത്താനാ സുധിയുടെ അച്ഛനും ആവശ്യപ്പെട്ടത്. പേറ്റുനോവ് വന്ന എങ്ങോട്ടാ ഓടാൻ പറ്റുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പിള്ളേരെന്താ ഇവിടെ? അവരെന്നെ കാണാൻ വന്നതാ. അത് പിന്നെ നീ ഇവിടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു?
അച്ചുവേച്ചിക്ക് സുഖമല്ലേ? വാ കേറി വാ. അല്ല, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു പിള്ളേരെ അർച്ചന ഇവിടെ ഉണ്ടെന്ന്? അച്ഛൻ എന്നോട് പറഞ്ഞു. നിങ്ങൾ വാ വാ. ഇതാണോ അച്ചുവേച്ചിയുടെ മുറി? സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ വന്നത് ചിറ്റപ്പനും കുഞ്ഞമ്മയും അറിഞ്ഞിട്ടാണോ? അമ്മയോട് പറഞ്ഞു, അച്ഛൻ അറിയില്ല. അറിഞ്ഞാ വിടുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? കാർത്തിയാനി ചേച്ചി പറഞ്ഞ് അച്ഛൻ അറിയില്ലേ? അറിയട്ടെ, പിടിച്ചോര തല്ല് തരും. ഞങ്ങൾക്ക് അതിനേക്കാൾ വലുതാ അച്ചുവേച്ചിയെ കാണുന്നത്. ആ ചെവിള പിന്നെ വന്നോ? ഇല്ല. കാർത്തിയാനി ചേച്ചിയെ കുത്തുവാക്ക് വല്ലതും പറയൂ? ഇല്ല മോളെ, സ്നേഹത്തോടെയാ പെരുമാറുന്നത്. കള്ളം പറയല്ലേ? സത്യ. നിങ്ങളെ സമാധാനിപ്പിക്കാൻ കള്ളം പറയുന്നതല്ല. എനിക്കിവിടെ സുഖം. ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത് ശരിയാ, ചേച്ചി കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട്. വീട്ടിലായിരുന്നപ്പോ നിന്റെ ചീത്ത വിളി കുറെ കേട്ടതല്ലേ? അതൊക്കെ എന്നെ സങ്കടപ്പെടുത്തിയെന്നാണോ നീ കരുതുന്നത്? കുഞ്ഞ് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്ത അമ്മയ്ക്ക് നോവോ? കുറച്ചു കാലം കൂടി ചേച്ചിയുടെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെന്നുള്ള സങ്കടം എനിക്ക്. അവിടുന്ന് പോരുമ്പോ ഞാനൊരു വാക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഒരുമിച്ച് കഴിയുന്ന കാലം ഉണ്ടാവുമെന്ന്. അത് നടക്കും മോളെ. ആ പിന്നെ ഈ വീട് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? അതിനല്ലേ ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കുന്നതായി അഭിനയിക്കുന്നത്. ആ, നിന്റെ ക്ലാസ്സിലെ ഇന്ദു എന്ന് പറയുന്നൊരു കുട്ടിയുണ്ടോ മോളെ? ഉണ്ട്. അച്ചുവേച്ചിക്ക് അതെങ്ങനെ അറിയാം? ഇവിടെ അടുത്ത അവളുടെ വീട്. ആണോ? ഇവിടെ ഇടയ്ക്ക് വരും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്നെപ്പറ്റി സംസാരിക്കാൻ ഇടവന്ന നീ അറിയുന്ന ഭാവമൊന്നും കാണിക്കരുത്. അവള് നല്ല കുട്ടിയാ, അറിയുന്നത് നല്ലതല്ലേ? ഞാൻ മുംബൈന്ന് വന്നു അവളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാ ഞാൻ പറയില്ല. അകലെ കുട്ടി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ഒരാളായല്ലോ, അത് തന്നെ ഭാഗ്യം. നിങ്ങൾ വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. അർച്ചനെ, നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നതല്ലേ? ദാ ചായ കുടിക്കും, മോളും കുടിക്കും. ഇവരിങ്ങോട്ട് വന്ന വിവരം ചേച്ചി ചിറ്റപ്പനോട് പറയല്ലേ? ഞാൻ പറയാനൊന്നും പോകുന്നില്ല. പിന്നെ ഇങ്ങോട്ടുള്ള വരവും നല്ലതിനല്ല. നാട്ടുകാരോട് ഓരോ കള്ളങ്ങൾ പറഞ്ഞാ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. എന്നാ നിങ്ങൾ പോവാൻ നോക്ക്. പോട്ടെ ചേച്ചി. അമ്മ കഴിച്ചോ? വിശപ്പുണ്ടായിട്ട് വേണ്ടേ കഴിക്കാൻ? എന്താമ്മേ, സുഖമില്ലേ? നല്ല സുഖത്തിലാ ഞാൻ. ഒരു പെണ്ണ് ഇല്ലാത്ത ഗർഭം അഭിനയിക്കുന്നത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ ഇതാദ്യ. ഇതൊക്കെ ദൈവം കാണുന്നുണ്ടെന്ന ചിന്ത വേണം. ആ ദൈവം തന്നെയല്ലേ എനിക്ക് ഇങ്ങനൊരു വിധി തന്നത്? നീ അവന്റെ ഒപ്പം കൂടിയതാണെന്നൊക്കെ എനിക്കറിയാം. എന്തമ്മ ഈ പറയുന്നത്? നിങ്ങളെല്ലാം കൂടിയല്ലേ ഞങ്ങളെ ഒത്തുചേർത്തത്? ആരെന്നോ എന്തെന്നോ അറിയാത്ത ഒരു പെണ്ണിന്റെ കുഞ്ഞിനെ സ്വന്തമെന്ന് കരുതി വളർത്താൻ നിനക്ക് നാണമില്ലേ? ഇങ്ങനെയല്ലാതെ ഒരു കുഞ്ഞിനെ എനിക്ക് കിട്ടില്ല. ഇതാകുമ്പോ ഒരു ചോരക്കുഞ്ഞാ. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈശ്വരന്റേതാ. അതിനെ നാടും വീടും സമ്പത്തും ഒക്കെ നോക്കി വേർതിരിക്കണോ? ഒരു കുഞ്ഞു വളർന്നു വരുന്ന സാഹചര്യമല്ലേ പ്രധാനം? അതിന്റെ ചോരയിലുണ്ടാവും ജന്മവാസന. എവിടെ വളർത്തിയാലും മാതാപിതാക്കളുടെ സ്വഭാവം തന്നെ കാണിക്കും. ഒടുവിൽ കരയേണ്ടി വരും ചെയ്തു പോയ തെറ്റോർത്ത്. പക്ഷെ ഇതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. അതെന്ത് സ്വഭാവം കാണിച്ചാലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം. ഇത് നല്ലൊരു സാഹചര്യമാണെന്നാണ് അച്ഛനും അമ്മയും കരുതേണ്ടത്. ഇതിനെ എതിർത്തിട്ട് എന്ത് പ്രയോജനമുള്ളത്? നീ ഈ വേഷം കെട്ടിയിട്ട് നിനക്ക് ആ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലോ? 6 മാസം വരെ ഗർഭിണിയാന്ന് പറഞ്ഞ് നടന്നിട്ട് നീ എന്ത് ചെയ്യും? ഞങ്ങൾ അത്രയ്ക്ക് വിഡ്ഢികളാണെന്നാണോ അമ്മ കരുതുന്നത്? 6 മാസം വരെ ഞാനും സുധി ഇവിടെ ഉണ്ടാവും. നിങ്ങൾ എവിടെ പോകുന്നാ?
ഒരിടത്തും പോവില്ല. ഒരിക്കൽ അതിനവൻ തുള്ളിയതല്ലേ. ഇത്തവണ ഞങ്ങൾക്ക് പോകാതിരിക്കാനാവില്ല. ഞാൻ ആ കുഞ്ഞുമായി മൂന്നാറിലേക്ക് പോവും. ഞങ്ങൾക്കവിടെ ഒരു വീടുണ്ട്. സുധി സിംഗപ്പൂരിലേക്കും പോവും. സുധിയുടെ ഒരു ഫ്രണ്ട് വിസ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും സുധിക്കൊപ്പം പോയതായി എല്ലാവരോടും പറയും. സുധി 1 വർഷം കഴിഞ്ഞ് മടങ്ങി വന്ന് എന്നെയും കുഞ്ഞിനെയും കൂട്ടി നാട്ടിലേക്ക് വരും. ഇതാണ് അമ്മ നടക്കാൻ പോകുന്നത്. നിങ്ങൾ ചെന്നത് കാർത്യായനി അച്ഛനോട് പറയില്ലെന്ന് പറഞ്ഞത് വിശ്വസിക്കാവോ? അവര് പറയില്ലെന്നാ എനിക്ക് തോന്നുന്നേ. അവളിപ്പോ എപ്പോഴേ അറിയിച്ചു കാണും. ഇല്ലമ്മേ, അവരിപ്പോ പഴയ കാർത്തിയാനിയൊന്നും അല്ല. അവരുടെ മനസ്സ് കീഴടക്കാൻ അച്ചുവേച്ചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും അങ്ങനെ തോന്നി. അച്ചുവേച്ചി അവരും തമ്മിലുള്ള സംസാരം കേട്ടാ അത് മനസ്സിലാവും. കാർത്യായനിയുടെ മനസ്സ് മാറിയെന്നോ? എല്ലാവരുടെ മനസ്സിലും നന്മയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ചത് അച്ചുവേച്ചിയാ. അച്ചുവേച്ചിക്കൊപ്പം ജീവിച്ച ആരാ അമ്മേ നന്നാവത്തെ? ഉദാഹരണം നമ്മുടെ മുമ്പിൽ തന്നെ നിൽക്കല്ലേ. കാർത്യായനി അവളോട് മനസ്സലിവ് കാണിക്കുന്നെന്ന് കേട്ടത് തന്നെ ആശ്വാസം. ഇവിടുന്ന് പോയ പിന്നെ അവള് നന്നായിട്ടുണ്ടോടി? അച്ചുവേച്ചിക്ക് ശരിക്കും മാറ്റമുണ്ടമ്മേ. മുഖത്ത് നല്ല തെളിച്ചമുണ്ട്. ഇവിടെ ആയിരുന്നപ്പോ മനസ്സുഖം എന്താന്ന് അവൾ അറിഞ്ഞിട്ടില്ല. എല്ലാത്തിനേക്കാളും വലുതല്ലേ അത്. 3-4 മാസം കൊണ്ട് അച്ചുവേച്ചി കാർത്തികനെ കയ്യിലെടുക്കും. അവര് തന്നെ അച്ചുവേച്ചി രക്ഷപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും അർച്ചന പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് അവര് ചായ കൊണ്ട് തരണമെങ്കിൽ ഒരു മനംമാറ്റം ഉണ്ടായിരുന്നില്ലേ കരുതേണ്ടത്? അച്ചുവേച്ചിയുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല. അച്ചുവേച്ചിയുടെ എല്ലാ പ്രതീക്ഷയും ആ കുഞ്ഞ. അതിനെ പിടിച്ചു വാങ്ങി അച്ഛൻ എസ്പിക്ക് കൊടുത്ത അതിന്റെ പാപം അനുഭവിക്കേണ്ടത് ഞങ്ങളാ. രേവതി ചേച്ചി പറയുന്നത് സത്യമല്ലേ അമ്മേ? നമുക്ക് അച്ചുവേച്ചിയോട് ചെയ്യാൻ കഴിയുന്നത് ആ കുഞ്ഞിനെ അച്ചുവേച്ചിക്ക് കൊടുക്കുന്നതാ. അച്ഛൻ ഇപ്പൊ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഞാൻ എതിർക്കാനൊന്നും പോവില്ല. അച്ചുവേച്ചിയുടെ പ്രസവം എടുക്കുമ്പോ ഞാൻ ഇടപെടും. അച്ഛന് മക്കള് വേണോ പണം വേണോന്ന് അമ്മയ്ക്ക് അന്ന് കണ്ടറിയാം.